ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കിയത് ഷോർട്സിലൂടെയാണ് കേട്ടോ. ഹാഫ് മോണിറ്റൈസ് ആയാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആയി കിട്ടും. ഈ ഒരു മാസം നമുക്ക് $100 കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അതെ ഗൈസ്, അങ്ങനെ എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര മാത്രമേ സന്തോഷമുള്ളൂ എന്ന്, പക്ഷേ ഇത് കിട്ടിയിട്ട് കുറച്ചധികം ദിവസമായി. അധികമല്ല, ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോഴാണ് ആളും അരവൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് ആ ഒരു സന്തോഷം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് പേയ്മെൻറ്റാണ് യൂട്യൂബിൻ്റെ. എത്ര കിട്ടിയെന്നൊക്കെ ഞാൻ പറയാം. ഇത് കിട്ടിയതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെയുള്ള ടിപ്സ് മുമ്പേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളൂ. അതിലെ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോണിറ്റൈസ് ആവട്ടെ. എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബർ എന്ന കടമ്പയും എല്ലാവരും കടക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ തുടക്കക്കാരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവാം. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ പറയാം. മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്, ഫുൾ മോണിറ്റൈസേഷൻ ഉണ്ട്. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഷോർട്സിൻ്റെ കാര്യത്തിൽ 90 ദിവസത്തിൽ 3 മില്യൺ വ്യൂസ് എന്ന് പറയുന്നത് എൻഗേജ്ഡ് വ്യൂസ്. 3 മില്യൺ എൻഗേജ്ഡ് വ്യൂസ് 90 ദിവസത്തിൽ. പിന്നെ നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ഷോർട്സിൻ്റെ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 90 ദിവസത്തിൽ 10 മില്യൺ എൻഗേജ്ഡ് വ്യൂസും കംപ്ലീറ്റ് ആയിരിക്കണം. ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കിയത് ഷോർട്സിലൂടെയാണ് കേട്ടോ. അത് ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ലോങ് വീഡിയോൻ്റെ കാര്യത്തിൽ അതും ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് 365 ദിവസത്തിൽ, അതായത് ഒരു വർഷത്തിൽ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം, 500 സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം. ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും ഒരു വർഷത്തിൽ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കണം. ഈ വാച്ച് അവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് വീഡിയോ ചെയ്തിട്ട് അതിലെ വാച്ച് അവറും പ്ലസ് ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ രണ്ടും കൂടിയാണ് 4000 കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ലൈവ് ചെയ്തിട്ടും കുറേ പേര് ഇപ്പോൾ മോണിറ്റൈസ് ഒക്കെ ആക്കുന്നുണ്ട്. ലൈവ് മാത്രം ചെയ്തിട്ട് മോണിറ്റൈസ് ആക്കിയവരെയും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾ നോക്കി നോക്കുക. ലൈവ് ചെയ്യുമ്പം അതിലെ വാച്ച് അവർ ഈ 4000 വാച്ച് അവർ ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്സ് വഴി എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തതെന്ന്. എൻ്റേത് വെച്ചാൽ മാർച്ചിലാണ് മോണിറ്റൈസ് ആയത്. മാർച്ച് 1-2 തീയതിയിൽ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ 14-15 ആ ഒരു ദിവസത്തിൻ്റെ ഇടയിൽ എൻ്റെ ഫുൾ മോണിറ്റൈസേഷനും കംപ്ലീറ്റ് ആയി. അതായത് ആ ഒരു 2 ആഴ്ച കൊണ്ട് 10 മില്യൺ വ്യൂസ് എൻഗേജ്ഡ് വ്യൂസ് എനിക്ക് ഷോർട്സിലൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ മാർച്ചിൽ മോണിറ്റൈസ് ആയത്. പിന്നെയെന്ന് വെച്ചാൽ പൈസ കിട്ടേണ്ടത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണല്ലോ. ഏപ്രിലും എനിക്ക് കിട്ടിയിട്ടില്ല, മെയ്യിലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജൂണിലാണ് എനിക്ക് പൈസ കിട്ടിയത്. അപ്പോൾ അതിന് കുറച്ചൊരു കടമ്പകളൊക്കെ കടക്കാനുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളതും ഭാവിയിൽ മോണിറ്റൈസ് ആവേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ ടെൻഷനൊന്നും അടിക്കേണ്ട. ഞാൻ ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ യൂട്യൂബിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കെല്ലാം സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ എന്തായാലും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറേ ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും ആ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഹാഫ് മോണിറ്റൈസ് ആയ സമയത്ത് നമ്മൾ നമ്മുടെ അഡ്രസ്സും ഒക്കെ കൊടുത്ത് ഗൂഗിൾ ആഡ്സെൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് നമ്മുടെ ആഡ്സെൻസ് വഴിയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നത്. ഹാഫ് മോണിറ്റൈസ് ആയാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആവണം. അത് മാത്രമല്ല, ഒരു US ടാക്സ് ഫോം ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പൈസ കുറേ അധികം ടാക്സ് ആയിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി US ടാക്സ് ഫോം ഉണ്ട്. അതും നമ്മൾ ഫില്ല് ചെയ്ത് അതും അപ്രൂവായി കിട്ടണം. അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇനി മോണിറ്റൈസേഷനെ കുറിച്ച് ചിലവർക്ക് ചില ഡൗട്ട്സ് ഉണ്ടാവും. എനിക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ആയാൽ എന്തെങ്കിലും കിട്ടുമോ എന്നാണ്. ഹാഫ് മോണിറ്റൈസ് ആയാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആയി കിട്ടും. അതായത് ഷോപ്പിംഗ്, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, മെമ്പർഷിപ്പ്, ഇതൊക്കെ നമുക്ക് കിട്ടും.
പക്ഷെ അതിൽ ഇപ്പം നമുക്ക് അതുവഴി പൈസ കിട്ടിയാലും ഫുൾ മോണിറ്റൈസ് ആയ ശേഷം മാത്രമേ നമുക്ക് ആ പൈസ കിട്ടുള്ളൂ. കാരണം ഫുൾ മോണിറ്റൈസ് ആയാലാണ് ബാങ്കിലെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം മാത്രമേ നമ്മുടെ പൈസ കിട്ടുള്ളൂ. ഹാഫ് മോണിറ്റൈസേഷൻ ആയാൽ ലൈവ് ചെയ്യുന്നവർക്കാണ് സൂപ്പർ സ്റ്റിക്കേഴ്സ്, സൂപ്പർ താങ്ക്സ് അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് അവർക്കാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഷോർട്സും ലോങ് വീഡിയോയും ചെയ്യുന്നവർക്ക് അങ്ങനെ ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ താങ്ക്സ് വഴി നമുക്ക് അഥവാ പൈസ കിട്ടുവാണെങ്കിൽ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ കിടക്കും. പക്ഷെ അത് അങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവണം. അതായിക്കഴിഞ്ഞ ശേഷം ചിലപ്പോൾ നമുക്ക് ആ പൈസ കിട്ടുമായിരിക്കും. പിന്നെ ഷോപ്പിങ്ങിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ടാഗ് ചെയ്ത് അത് ആൾക്കാർ വാങ്ങി അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നത്, അതും നമ്മുടെ അക്കൗണ്ടിൽ കിടന്നിട്ട് ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. അല്ലാണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അധികം ആൾക്കാരുടെയും ഡൗട്ടായിരിക്കും എത്ര കിട്ടും എന്നുള്ളത്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുമെന്ന് ഒരു ലിമിറ്റ് ഇല്ല. അതായത് എത്ര വേണമെങ്കിൽ നമുക്ക് കിട്ടാം. പക്ഷേ മിനിമം എമൗണ്ട് ഉണ്ട്. അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ മിനിമം $100 ആയാൽ മാത്രമേ നമുക്ക് പേ ഔട്ട് ആയിട്ട് കിട്ടുള്ളൂ. അതായത് അതിൽ അക്കൗണ്ടിൽ $100 വേണം, അപ്പം നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. അതായത് ആ $100 എത്ര കൂടുതൽ കിട്ടുന്നോ അതെല്ലാം നമുക്ക് കിട്ടും. അതിൻ്റെ ടാക്സ് ഒക്കെ കുറച്ച് കട്ടാവും. അതല്ലാണ്ട് നമുക്ക് പൈസ കിട്ടും. $100 കുറവാണെങ്കിൽ കിട്ടൂല. എപ്പോൾ $100 കംപ്ലീറ്റ് ആവുന്നോ അപ്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന് മുകളിൽ എത്ര വേണമെങ്കിലും കിട്ടാം. ഇനിയുള്ള ഡൗട്ടായിരിക്കും എപ്പോൾ കിട്ടും എന്നുള്ളത്. നമ്മുടെ മോണിറ്റൈസ് ആയ ശേഷം നമ്മുടെ ഡെയിലി ഉള്ള ഡോളേഴ്സ് വൈറ്റി സ്റ്റുഡിയോയിൽ ഏണിൽ കാണിക്കും. ആ വൈറ്റി സ്റ്റുഡിയോയിൽ കാണിക്കുന്ന പൈസ നമ്മുടെ ആഡ്സെൻസിലേക്ക് കയറുന്നത്, അതായത് ഈ ഒരു മാസം മാർച്ചിൽ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ പൈസ കയറിയെന്ന് വിചാരിക്കുക. അത് ആഡ്സെൻസിൽ കാണിക്കുന്നത് മാർച്ച് കഴിഞ്ഞ് അടുത്ത മാസം ഏപ്രിൽ 7 മുതൽ 12 വരെയുള്ള തീയതിയിലാണ് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ കാണിക്കുക. അത് നമുക്ക് കയ്യിൽ കിട്ടുന്നത്, നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത് അതേ മാസം, അതായത് ഏപ്രിൽ മാസം ലാസ്റ്റ് 21 മുതൽ 26 ആ ഒരു ദിവസത്തിൻ്റെ ഇടയിലാണ് നമുക്ക് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുക. അത് $100 കംപ്ലീറ്റ് ആയാൽ മാത്രം. ഈ ഒരു മാസം നമുക്ക് $100 കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അടുത്ത മാസത്തെയും കൂടി കൂട്ടി $100 എപ്പോൾ കംപ്ലീറ്റ് ആവുന്നോ അപ്പോഴാണ് നമുക്ക് പേ ഔട്ട് കിട്ടുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക. ആ കയറുന്നത് എല്ലാവർക്കും 21 മുതൽ 26 വരെ ആ ഒരു സമയത്തായിരിക്കും കയറുന്നത്. ഇപ്പോൾ $100 ആയി എന്ന് വെച്ച് അപ്പം തന്നെ കയറൂല. ആ മാസം ലാസ്റ്റ് മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. അത് എനിക്ക് ആദ്യം ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കിട്ടാറായപ്പോഴാണ് നമ്മൾ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇനി എനിക്ക് എത്ര കിട്ടിയെന്ന് പറയാം. മാർച്ച് പകുതി ആയപ്പോഴാണ് എൻ്റെ മോണിറ്റൈസ് ആയത് ഞാൻ പറഞ്ഞല്ലോ. ആ മാർച്ച് പകുതി മുതൽ, അതായത് മാർച്ച് 14 തീയതി മുതൽ മാർച്ച് 30 വരെ എനിക്ക് കയറിയത് $70 ആയിരുന്നു. $70. ആ $70 അടുത്ത മാസം എൻ്റെ അക്കൗണ്ടിലേക്കല്ല ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ വന്ന് കിടന്നു. $70 ആ മാസം ഫുള്ളായിട്ട് കിട്ടിയത്. 7 മുതൽ 12 ആ ദിവസത്തിൻ്റെ ഇടയിലാണല്ലോ കയറുന്നത്. ആ സമയത്ത് എൻ്റെ വൈറ്റി സ്റ്റുഡിയോയിൽ $100 എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. 100ൽ കൂടുതൽ ഡോളർ കാണിച്ചു. പക്ഷെ അത് കാണിച്ചത് ആ മാസത്തെയും കുറച്ച് ഡോളേഴ്സും കഴിഞ്ഞ മാസത്തെ 70, അങ്ങനെയാണ് $100 കാണിച്ചത്. അത് നേരെ ഗൂഗിൾ ആഡ്സെൻസിൽ വരുന്ന സമയത്ത് $70 മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്കിയുള്ള പൈസ അവർ കട്ടാക്കിയായിരിക്കും, ടാക്സിൻ്റെ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ. ആ സമയത്ത് US ടാക്സ് ഫോം എൻ്റെ ഫില്ല് ചെയ്തിട്ടില്ല. US ടാക്സ് ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ ആഡ്സെൻസിൽ കുറച്ചെങ്കിലും ഡോളേഴ്സ് കയറണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ കട്ടായതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചു. പിന്നെയാണ് മനസ്സിലായത് ആ ഒരു മാസത്തെ മാത്രമേ അപ്പം കയറുള്ളൂ. അത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ സംഭവം വന്നപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. പിന്നെ എൻ്റെ US ടാക്സ് ഫോമിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ എനിക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഓപ്പൺ ചെയ്യാൻ പറ്റി, അത് നമ്മൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. പക്ഷേ എനിക്ക് ആ വിൻഡോയിൽ പോകാൻ പറ്റുന്നില്ല. അതിൽ പോകുന്ന സമയത്ത് നേരെ പിന്നെയും ബാക്ക് വരുന്നു. എൻ്റെ ഫോണിൽ നോക്കി, ഹസ്ബൻഡിൻ്റെ ഫോണിൽ നോക്കി, ഒന്നിലാവുന്നില്ല. പിന്നെ വേറെ ലാപ്പിൽ നോക്കി, അതിലും ആയില്ല. പിന്നെ ഒരു ഇൻ്റർനെറ്റ് കഫേക്ക് വേണ്ടി ഇവിടെ 2 ദിവസം അലഞ്ഞു. ലാസ്റ്റ് ഒരു സ്ഥലത്ത് കിട്ടി. അവിടെ പോയപ്പം നെറ്റ് ഫുള്ള് കട്ട്, അതും കിട്ടുന്നില്ല. ഫുള്ളായിട്ട് എൻ്റെ പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പരിചയമുള്ള ഒരാളുടെ കടയിൽ പോയി, അവിടുന്ന് അവർ സിസ്റ്റം തന്നു. അങ്ങനെ ആ സിസ്റ്റത്തിൽ കയറി ചെയ്തു. അങ്ങനെ എൻ്റെ US ടാക്സ് ഫോം അപ്ലൈ ആയി കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അതിൻ്റെ പിറ്റേന്നായിരിക്കും നമുക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡോക്യുമെന്റ്സ് അത് പോരാന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ID നമുക്ക് അപ്ലോഡ് ചെയ്യാന്ന് അവർ ഓൾറെഡി ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പിറ്റേന്ന് എൻ്റെത് അപ്രൂവായി വന്നു. അപ്പം എൻ്റെ ആ ഒരു ടെൻഷനും അവിടെ തീർന്നു. ഇനിയിപ്പോൾ അഥവാ നമ്മൾ US ടാക്സ് ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്തു, പക്ഷേ നമുക്ക് അപ്രൂവായിട്ടല്ല വരുന്നത്, നമ്മുടെ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അത് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ അവർ ഡേറ്റ് തരുമായിരിക്കും. മെയിലിൽ അവർ ഡേറ്റ് തരും, ഇത്ര ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാമെന്ന്.
അങ്ങനെ നമ്മൾ പിന്നെയും റീഅപ്ലൈ ചെയ്താൽ മതി. പിന്നെ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പിന്നെയും എല്ലാം ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ആക്കിയിട്ട് തരും. പിന്നെ നിങ്ങളൊക്കെ ചില ചാനൽസിൽ കണ്ടു കാണും, യൂട്യൂബിൽ നിന്ന് ലെറ്റർ വന്നു പറഞ്ഞിട്ട്. ഞാനും കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോണിറ്റൈസേഷൻ്റെ സമയത്ത് ഒരു പിന്ന് വരുന്നേ അതിൽ, അതായത് പോസ്റ്റായിട്ട് നമുക്ക് പിന്ന് വരും. അപ്പം ഞാനും അതിനു വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു, അതെടുത്ത് വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പം ആ സിസ്റ്റം അല്ല. ഇപ്പം നമുക്ക് പിന്നല്ലാണ്ടും നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു 10 മിനിറ്റിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫേസ് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയിട്ടൊക്കെ നമ്മൾ ഒരു വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പിൻ വെരിഫിക്കേഷൻ. അപ്പം നമ്മൾ മുമ്പാണെങ്കിൽ ഈ പോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ പോസ്റ്റ് വരാൻ ലേറ്റ് ആവും, പിന്നെ അത് റീഅപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെയായി മുമ്പ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റി. പക്ഷെ ഇപ്പോൾ അത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതിൽ ഫോണിൽ കൂടെ തന്നെ 10 മിനിറ്റിൻ്റെ പരിപാടിയിൽ നമുക്ക് തീർക്കാവുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പം ആ ഒരു മോണിറ്റൈസ് ആവാൻ പോകുന്നവരൊക്കെ ആ ഒരു വീഡിയോ, പണ്ടത്തെ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് വരില്ല. അങ്ങനെ മോണിറ്റൈസേഷൻ്റെ എല്ലാ കടമ്പകളും കഴിഞ്ഞ് ഞാൻ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പൈസക്ക് വെയിറ്റ് ചെയ്തു. മാർച്ചിലല്ലേ കഴിഞ്ഞത്, ഏപ്രിലിൽ എന്തായാലും കിട്ടൂല എന്നറിഞ്ഞു. ഏപ്രിൽ കഴിഞ്ഞ് മെയിൽ കിട്ടുമല്ലോ, എല്ലാം കൂടി മെയിൽ കിട്ടുമെന്ന് വിചാരിച്ചു. അതായത് മാർച്ച് പകുതിയിലെയും ഏപ്രിലിലെയും കൂടി മെയ് ലാസ്റ്റ് ആകുമ്പോൾ അക്കൗണ്ടിൽ കിട്ടുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ആ ഒരു പൈസയിൽ നിന്ന് കുറച്ച് ഡോളേഴ്സ് കുറഞ്ഞിട്ടാണ് ആഡ്സെൻസിൽ കാണിച്ചത്. അത് ചിലപ്പോൾ അവർ ടാക്സ് ഒക്കെ കട്ട് ചെയ്ത് ലാസ്റ്റ് റൗണ്ട് അപ്പ് ചെയ്തായിരിക്കും ആഡ്സെൻസിൽ കാണിക്കുന്നത്. എൻ്റെ ഒരു $9 എങ്ങാനും കുറവായിരുന്നു അതിൽ കാണിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ പൈസ കിട്ടിയിട്ടില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഈ ഫസ്റ്റ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഡൗട്ടാണ്, മേ ബി അതിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരു $110 എങ്കിലും വേണ്ടി വരുമായിരിക്കും. എന്നാലേ ആ ഒരു $8-9 ഒക്കെ കുറഞ്ഞ് $100 ആഡ്സെൻസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് അത്രയും വേണ്ടി വരും തോന്നുന്നു. മിനിമം $100 ആണെങ്കിലും നമ്മളൊരു 110 എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയത്നിച്ച് വീഡിയോ ഇട്ട് ആ $110 മാസത്തിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പേ ഔട്ട് കിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ പൈസ മെയ് 21-നാണല്ലോ വരേണ്ടത്. 21-ന് വന്നില്ല, 22-നും വന്നില്ല. ആ സമയത്ത് ഞാൻ മെയിൽ വെറുതെ ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെയിലായിട്ട് വരാറുണ്ട്. മുമ്പൊന്നും ചെക്ക് ചെയ്യലുണ്ടായിട്ടില്ല, ഇപ്പോൾ ഞാൻ ഡെയിലി ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. അങ്ങനെ മെയിൽ ചെക്ക് ചെയ്ത സമയത്ത് മെയിലിൽ പറഞ്ഞു ഓൾറെഡി മെയ് 21-ന് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ട്. പൈസ അഥവാ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ 15 ദിവസത്തിന് ശേഷം ബാങ്കിനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 15 ദിവസം എന്ന് പറയുമ്പോൾ 15 വർക്കിംഗ് ഡേയ്സിന് ശേഷം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതായത് ജൂൺ 10-ന് ശേഷം കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ പഞ്ചാബിലാണ്, അമ്മ നാട്ടിലെ ബാങ്കല്ലേ. അപ്പം അമ്മ ബാങ്കിൽ പോകുന്ന സമയത്ത് ജൂൺ 5-ാം തീയതി ബാങ്കിൽ പോയി. ബാങ്കിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ പ്രൂഫ് എന്തെങ്കിലും അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിൽ പേയ്മെൻറ്റ് ID അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് കാണാം. ഗൂഗിൾ ആഡ്സെൻസിൽ തന്നെ നമ്മുടെ ആഡ്സെൻസിൽ എല്ലാ കാര്യങ്ങളും പേയ്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കിട്ടി. അത് ഞാനത് ബാങ്കിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതല്ല വേറൊരു 14 അക്ക നമ്പറാ അതാ കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയിട്ട് എവിടെ അത് കാണുന്നില്ല, അത് മാത്രമേ ആകെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവർ കുറേ നേരം കഴിഞ്ഞ് ഈ അക്കൗണ്ട് നമ്പറല്ലേ ഇത്ര പൈസ അല്ലേ വെച്ചിട്ട് തിരിച്ചു വിളിച്ചു. അതേന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്ന് കയറൂല, നാളെ മാത്രമേ കയറൂ, രാവിലെ കയറൂ എന്ന് പറഞ്ഞു. അന്ന് തന്നെ നല്ലോണം ലേറ്റായി, 6 മണി ആവാറായി. ബാങ്ക് ക്ലോസ് ആവും, ഇപ്പം കയറൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് അവർ വിളിച്ചു, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ കയറൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി. ഇത്ര നാളും കാത്തിരുന്ന് കിട്ടിയ സാധനമല്ലേ. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ പൈസ കയറിയത് കറക്റ്റ് കണക്ക് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് കിട്ടിയത് 15,000-നും 16,000-നും ഇടയിലുള്ള ഒരു സംഖ്യ, അത്രേ എനിക്ക് കിട്ടിയത്. ഡോളറിൻ്റെ കാര്യം പറഞ്ഞാൽ 160-നും 168-നും അതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യയാണ് എനിക്ക് കിട്ടിയത്. അതായത് 1.5 മാസത്തെ ആട്ടോ, 1 മാസത്തെ അല്ല, 1.5 മാസത്തെയാണ് എനിക്ക് അത്രയും കിട്ടിയത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, ചിലപ്പോൾ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവുമായിരിക്കും, ഡൗട്ട് എന്നല്ല എൻ്റെ പ്രതീക്ഷയായിരുന്നു, ഈ നമ്മൾ 3 മാസം കൊണ്ട് 10 മില്യൺ കംപ്ലീറ്റ് ആക്കുമല്ലോ. അപ്പോൾ ആ 10 മില്യൺ വ്യൂസിൻ്റെ പൈസ നമുക്ക് കിട്ടും, മോണിറ്റൈസ് ആയ ശേഷം നമുക്ക് കിട്ടുന്നില്ലായിരുന്നു എൻ്റെ വിശ്വാസം. എനിക്ക് അത്രയും നാളും അറിയില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല.
എവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അപ്പം അത്രയും പൈസ കിട്ടുന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ നമുക്ക് ആ പൈസ കിട്ടൂല. എപ്പോൾ മോണിറ്റൈസ് ആയ ശേഷമുള്ള പൈസ മാത്രമേ നമുക്ക് കിട്ടൂ. അതിന് മുമ്പത്തെ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും അതിൻ്റെ മുമ്പത്തെ വാച്ചവേഴ്സിൻ്റെയും കിട്ടൂല, അതിന് മുമ്പത്തെ ഷോർട്ടിൻ്റെ എൻഗേജ്ഡ് വ്യൂസിൻ്റെയും നമുക്ക് പൈസ കിട്ടൂല. മോണിറ്റൈസ് ആയ ശേഷം മാത്രം. മോണിറ്റൈസ് ആവുന്നതിന് മുമ്പ് പൈസയൊക്കെ യൂട്യൂബിനായിരിക്കും, അതായത് നമ്മുടെ ആഡിൻ്റെ പൈസയൊക്കെ യൂട്യൂബിന് പോവും. മോണിറ്റൈസ് ആയ ശേഷം മാത്രമേ നമുക്ക് കിട്ടൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോണിറ്റൈസ് ആവുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്യും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു 6 മാസം കൊണ്ട് 6-7 മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. അപ്പം ആ സമയത്ത് മോണിറ്റൈസ് ആവാൻ പോകുന്ന സമയത്ത് ഭയങ്കര പുഷായിരുന്നു. എപ്പോൾ വീഡിയോ ഇട്ടാലും അങ്ങ് കയറും, നല്ലോണം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് യൂട്യൂബിനാണല്ലോ പൈസ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കയറ്റി വിട്ടത്. പക്ഷെ മോണിറ്റൈസ് ആയ ശേഷം എൻ്റെ വ്യൂസൊക്കെ കുറയുന്നുണ്ട്. മോണിറ്റൈസ് ആയ ശേഷം എല്ലാവർക്കും ഏകദേശം അങ്ങനെയാണെന്ന് ഞാൻ വേറൊരു ചേച്ചിയും കൂടി ഉണ്ട്, ആ ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത്. മോണിറ്റൈസ് ആയ ശേഷം അവർ നമ്മളൊന്ന് ബാക്കോട്ട് വലിക്കും. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ പൈസ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ വെറുതെ വീട്ടിലിരിക്കുന്നവരില്ലേ, അവരിങ്ങനെ ചാനൽ തുടങ്ങുക, എന്തെങ്കിലും വീഡിയോസ് ഇട്ട് തുടങ്ങുക. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും മോണിറ്റൈസ് ആക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്കും പൈസ സമ്പാദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെന്ന് വെച്ചാൽ ചിലവർ തുടങ്ങുന്ന സമയത്ത് ചിലവർ നിന്നെ കൊണ്ട് പറ്റൂല അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ വിട്ടുകളയുക. നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക. എന്തെങ്കിലും ഒരു ദിവസം നടക്കുമെന്ന് എന്തായാലും വിചാരിക്കുക. ഞാൻ വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലും ഒരു ദിവസം നടക്കും എന്നൊക്കെ പെട്ടെന്ന് നടക്കുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു 6 മാസം കൊണ്ട് എൻ്റെ മോണിറ്റൈസ് ആയി. അപ്പം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. വെറുതെ ഇരിക്കുന്നവർ, ചാനൽ തുടങ്ങാൻ വിചാരിക്കുന്നവർ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ, പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് തുടങ്ങിക്കോളാം. ഷോർട്സ് ഇടുന്ന കേട്ടോ, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഷോർട്സ് ഇടുന്നതാണ് നല്ലത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അത് പോയി കാണുക, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. പിന്നെ എൻ്റെ മോണിറ്റൈസ് ആയ ശേഷം എൻ്റെ ചേച്ചി തുടങ്ങിയിട്ടുണ്ട്, തുമ്പീസ് വേൾഡ് എന്നാട്ടോ ചാനലിൻ്റെ പേര് ഞാൻ അവിടെ കൊടുക്കാം. അവൾ തുടങ്ങിയിട്ടുണ്ട്. അവളിപ്പോൾ ഒരു 3 മാസം ആയി കാണും. 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നു, 1100 സംതിങ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ ഏട്ടത്തിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരാളിങ്ങനെ ആയിക്കഴിഞ്ഞ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതിന് മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു ഇൻട്രസ്റ്റ് നടക്കൂല, ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പം എൻ്റെത് സക്സസ് ആയ ശേഷം അവർക്കും ആഗ്രഹം, അങ്ങനെ അവരും തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തുടങ്ങാനും മോണിറ്റൈസ് ആക്കാനൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മടിച്ച് നിൽക്കാതെ തുടങ്ങിക്കോളൂ, എന്തായാലും സക്സസ് ആവും. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യൂല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ചെറിയ ചെറിയ ചാനൽസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളുക. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മോണിറ്റൈസ് ആക്കാൻ 3 വഴിയുണ്ട്. ഒന്ന് ഷോർട്സ് ഉണ്ട്, ഒന്ന് ലോങ് വീഡിയോ ഉണ്ട്, പ്ലസ് ലൈവ് മാത്രം ചെയ്തും ചെയ്യാം, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തും ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും മോണിറ്റൈസ് ആവട്ടെ, എല്ലാവർക്കും പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും യൂട്യൂബിൻ്റെ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.